നമസ്കാരം കൂട്ടുകാരെ. ഇപ്പോൾ കേരള സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്ന ഒരു വിഷയം തന്നെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഗായകനായും ബിഗ് ബോസ് താരമായിട്ടും വലിയ ആരാധക വൃന്ദമുള്ള അക്ബർ ഖാൻ ഡേറ്റിംഗ് ആപ്പായ ടിൻഡറുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഇത് വെറും ഒരു വ്യക്തിയുടെ പ്രശ്നമാണോ, അതോ നമ്മുടെ സമൂഹത്തിന്റെ ഒരു വലിയ പ്രശ്നത്തിന്റെ പ്രതിഫലനമാണോ? എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സംഭവത്തിന്റെ വശങ്ങളും സമീപകാല സമാന സംഭവങ്ങളും, എന്താണ് ഡേറ്റിംഗ് ആപ്പും ഇതുമായി ബന്ധപ്പെട്ട ഈ അടുത്ത് നടന്ന കാര്യങ്ങളും, ജനങ്ങളുടെ അഭിപ്രായങ്ങളും, ഇത് നിയമപരമായിട്ടുള്ള ചോദ്യങ്ങളും എല്ലാം നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. സംഭവത്തിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഫസ്മിന സാക്കിർ എന്ന യൂട്യൂബർ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഈ ഒരു വിഷയം പുറത്തു വന്നത്. അവരുടെ വാദപ്രകാരം അക്ബറിന്റെ ട്വിറ്റർ അക്കൗണ്ട് വ്യാജമല്ല എന്നതാണ്. അത് ബ്ലൂ ടിക്കുള്ള ഒരു വെരിഫൈഡ് പ്രൊഫൈലാണ് എന്നുള്ളത്. ആപ്പിലൂടെ പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയോട് ഞാൻ അക്ബർ ഖാൻ തന്നെയാണ് എന്ന് താരം വ്യക്തമാക്കിയായി പറയുന്നുണ്ട്. വിശ്വാസം വരാത്ത ഈ ഒരു പെൺകുട്ടി തന്റെ ഫോൺ നമ്പർ നൽകാനും കൂടുതൽ സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കാനും അക്ബർ തയ്യാറായി എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും നൽകിയ നമ്പറും ഫസ്മിന വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഫസ്മിന സാക്കിർ ആ നമ്പറിലേക്ക് നേരിട്ട് മെസ്സേജ് അയച്ചപ്പോൾ അക്ബർ പ്രതികരിച്ചില്ല എന്നതും അവർ പറയുന്നുണ്ട്. ഫസ്മിന സാക്കിർ ആരാണെന്ന് ഓൾറെഡി എല്ലാവർക്കും അറിയാം. ഫസ്മിന സാക്കിർ ഒരു യൂട്യൂബറും സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററുമാണ്. സാധാരണയായിട്ട് അവർ സംസാരിക്കുന്നത് സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളും വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിവാദങ്ങളും സ്ത്രീകളുടെ കാഴ്ചപ്പാടിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ, ഇതൊക്കെയായിരുന്നു ഫസ്മിന സാക്കിറിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു സെലിബ്രിറ്റിയെ സംബന്ധിച്ച് ഡേറ്റിംഗ് ആപ്പ് വിവാദവുമായി ബന്ധപ്പെട്ട വീഡിയോ പങ്കുവച്ചതിലൂടെയാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കണ്ടെത്തലുകളും അവകാശവാദങ്ങളും ഉൾപ്പെടുത്തിയ ഒരു കണ്ടന്റ് ആയിരുന്നു എന്ന നിലയിലാണ് സോഷ്യൽ മീഡിയയിൽ അത് ചർച്ചയായത്. അവരുടെ വീഡിയോകൾ വ്യക്തിപരമായിട്ടുള്ള അവതരണവും അഭിപ്രായമായി കാണേണ്ടതാണ്. അവരുന്നയിച്ച കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് തെളിയിക്കപ്പെട്ടതാണോ എന്നുള്ളത് നിയമപരമായിട്ട് സ്ഥിരീകരിച്ചതാണോ എന്നൊന്നും പറയാൻ കഴിയില്ല. ഇവിടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തി നമുക്കറിയാം ബിഗ് ബോസ് താരമാണ്. ഈ അടുത്ത് തന്നെ ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റന്റുമാണ്. സീസൺ 5, അതായത് ടോപ്പ് 5 എത്തിയ ഒരാളാണ്. അക്ബർ ഖാനെ കുറിച്ചുള്ള വിമർശനം എന്താണ്? അക്ബർ ഖാൻ വിവാഹിതനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഡോക്ടർ ഷെറീൻ ഖാൻ. ഇവരുടെ ഈ ഒരു ഫാമിലി വിഷയം ഒരുപാട് ചർച്ചയായിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോ ഇയാൾ വിവാഹിതനാണ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ വിവാഹിതനായിട്ടുള്ള ഒരാൾ ഡേറ്റിംഗ് ആപ്പിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് അത് നൈതികമായിട്ടുള്ള ശരിയാണോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ അത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തായാലും ഈ ഒരു പെൺകുട്ടി അക്ബറിന്റെ ഈ ഒരു വിവാഹ വിവരം അറിഞ്ഞതോടെ തന്നെ ചാറ്റ് അവസാനിപ്പിച്ചു എന്നതാണ് വീഡിയോയിൽ മറ്റൊരു നിർണായക വശം എന്ന് പറയുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പലരും പറയുന്നത് ഇത് ഇമോഷണൽ ചീറ്റിംഗ് അല്ലേ എന്നുള്ളത്, ഒരു സെലിബ്രിറ്റിക്ക് കിട്ടുന്ന വിശ്വാസത്തിന്റെ ദുരുപയോഗമല്ലേ എന്നുള്ളതും, ആരാധകരോടുള്ള ഉത്തരവാദിത്വം എവിടെ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗം വാദങ്ങൾ ഉന്നയിക്കുന്ന എന്താണ്? അവർ പറയുന്നത് ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമല്ല എന്നുള്ളത്. അതായത് മാത്രം കൊണ്ട് കുറ്റം വിധിക്കാനാവില്ലല്ലോ, സ്ക്രീൻഷോട്ടുകൾ എഡിറ്റ് ചെയ്തതുമാകാം. എന്തായാലും അക്ബർ ഖാൻ ഇതുവരെ ഔദ്യോഗികമായിട്ടൊന്നും പ്രതികരിച്ചിട്ടുമില്ല. അതുമാത്രവുമല്ല, ഒരാൾ വിവാഹിതനായാൽ അയാൾക്ക് സോഷ്യൽ മീഡിയയിലും ആപ്പുകളിലും സംസാരിക്കാനുള്ള അവകാശമില്ലേ എന്നുള്ള ചോദ്യവും ചോദിക്കുന്നുണ്ട്. ഒരു സ്ത്രീ ആരോപണം ഉന്നയിച്ചാൽ അത് സത്യമാകണം എന്നുള്ള നിർബന്ധമുണ്ടോ? ഈ ഡേറ്റിംഗ് ആപ്പിനെ കുറിച്ചും ഇന്നും പലർക്കും അറിയാത്ത ഒരു ഘടകമാണ്. എന്താണ് ഡേറ്റിംഗ് ആപ്പുകൾ എന്ന് പറയുമ്പോൾ തന്നെ പരിചയമില്ലാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് സംസാരിക്കാനും ബന്ധങ്ങൾ തുടങ്ങാനും സൗകര്യമൊരുക്കുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ഡേറ്റിംഗ് ആപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മുൻപ് കേട്ടിരുന്ന വിവാഹാലോചന, സുഹൃത്ത് പരിചയം, ഓഫീസ് ബന്ധം, ഇവയെല്ലാം ഇപ്പോൾ ഒരു മൊബൈൽ ആപ്പിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ് ചുരുക്കം. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ഡേറ്റിംഗ് ആപ്പുകൾ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ജോലി, പഠനം, നഗരജീവിതം ഇതെല്ലാം ചേർന്ന് പുതിയ ആളുകളെ നേരിൽ പരിചയപ്പെടാൻ ഒരു സമയം കുറവാണ്. അവിടെയാണ് ഈ ഒരു ഡേറ്റിംഗ് ആപ്പ് വരുന്നത്. ഒരേ താല്പര്യമുള്ള ആളുകളെ ഒരിടത്ത് കൂട്ടിക്കൊണ്ടുവരാൻ. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരുപാട് ഡേറ്റിംഗ് ആപ്പുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇവയിൽ ചിലത് സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ ചിലത് കാഷ്വൽ ഇന്ററാക്ഷനും കമ്പാനിയൻഷിപ്പിനും വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പോൾ ഈ ഒരു ഡേറ്റിംഗ് ആപ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് നെഗറ്റീവ് വശങ്ങളുണ്ട്, പോസിറ്റീവ് വശങ്ങളുണ്ട്. ആദ്യം നമുക്കൊന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരാൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ആളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നേരിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടല്ലോ, അവർ ഈ ഡേറ്റിംഗ് ആപ്പുകൾ അവർക്ക് ഈ ഡേറ്റിംഗ് ആപ്പുകൾ എന്ന് പറയുന്നത് വളരെ ആശ്വാസമാണ്. പിന്നെ ബ്ലോക്ക് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും വെരിഫൈ പോലെയുള്ള ഫീച്ചറുകൾ എല്ലാം ഈ ഒരു ഡേറ്റിംഗ് ആപ്പുകളിലുണ്ട്. ഇതിൽ പല ആപ്പുകളിലും ഉണ്ട്. ജാതി, മതം, സ്ഥലം തുടങ്ങിയ പരിമിതികളും ഇവിടെ കുറയുന്നുണ്ട്. അതായത് സോഷ്യൽ ബൗണ്ടറീസ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളത്.
പിന്നെ കമ്പാനിയൻഷിപ്പിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ബന്ധങ്ങളും വിവാഹത്തിലേക്ക് പോകണമെന്നില്ല. സുഹൃത്ത് ബന്ധങ്ങളും ഇമോഷണൽ സപ്പോർട്ടും ചിലർക്ക് ഇത് നൽകുന്നുണ്ട്. ഇത് ഇതൊക്കെ നമുക്കൊരു പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇനി ഇതിന്റെ നെഗറ്റീവ് വശങ്ങളും ഉണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അതിന്റെ മറുവശവും ഉണ്ടാകുമല്ലോ. അതാണല്ലോ അതിന്റെ രീതി എന്ന് പറയുന്നത്. മിക്ക ഡേറ്റിംഗ് ആപ്പിലും ഫേക്ക് പ്രൊഫൈൽസും ക്യാറ്റ് ഫിഷിംഗ് ഒക്കെ തന്നെയായിരിക്കും. അതായത് വ്യാജ അക്കൗണ്ടുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ ഇതൊക്കെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. ചിലർ അറ്റൻഷന് വേണ്ടിയിട്ടും വാലിഡേഷന് വേണ്ടിയിട്ടും മറ്റുള്ളവർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് വിവാഹിതർ ഈ ഡേറ്റിംഗ് ആപ്സ് ഉപയോഗിക്കുന്നത് നൈതിക ചോദ്യങ്ങൾ തന്നെ ഉയർത്തുന്നുണ്ട്. പിന്നെ സ്ക്രീൻഷോട്ടും ബ്ലാക്ക് മെയിലും ലീക്സ് ഇതൊക്കെ പലപ്പോഴും നടക്കുന്ന കാര്യമാണ്. പിന്നെ സ്വൈപ്പ് കൾച്ചർ കാരണം ആളുകളെ ഡിസ്പോസിബിൾ ആക്കി കാണുന്ന ഒരു മനോഭാവമുണ്ട്. അപ്പൊ ഈ ഒരു ഡേറ്റിംഗ് ആപ്സിന്റെ പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങൾ നമ്മൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് തന്നെയാണ്. മിക്കതും നമ്മൾ ഡേറ്റിംഗ് ആപ്പ് തിരഞ്ഞെടുക്കാതിരിക്കുക. എന്തിനാണ്? നമ്മുടെ കൂടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുമായിട്ട് ഒന്ന് ഫോൺ വിളിച്ച് സംസാരിച്ച് തീരാവുന്നതേ ഉള്ളൂ. അതാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ കൂട്ടുകാരും എന്താ പറയുക ബന്ധങ്ങളൊക്കെ ഭയങ്കര വാല്യൂ ആണ്. ഇപ്പോൾ ഈ വരുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ തന്നെ ആളുകൾ എല്ലാവരും മറന്നിരിക്കും. ബന്ധങ്ങളും ഇല്ല, കൂട്ടുകാരും ഇല്ല, പഴയ കളി ചിരിയൊന്നുമില്ല. എല്ലാവരുടെ കയ്യിൽ ഫോണ്, ലാപ്ടോപ്പ് ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. ഈ ഡേറ്റിംഗ് ആപ്പുകൾ സമൂഹത്തിന്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ ഇവിടെ പറയും ഈ ഡേറ്റിംഗ് ആപ്പുകൾ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ്. അത് നമുക്ക് ഇഷ്ടമുണ്ടായാലും ശരി, ഇല്ലെങ്കിലും ശരി. നഗരങ്ങളിലായിട്ട് യുവതലമുറകളിലെ ഈ ഡേറ്റിംഗ് ആപ്പുകൾ ഇപ്പോൾ ഒരു സാധാരണ കാര്യമാണ്. പക്ഷെ കേരളം പോലുള്ള കുടുംബ കേന്ദ്രിത സമൂഹത്തിൽ ഇത് ഇപ്പോഴും സ്വീകാര്യമല്ലാത്ത വിഷയമായിട്ട് തുടരുന്നുണ്ട്. പുതിയ തലമുറ സ്വാതന്ത്ര്യം ചോദിക്കുമ്പോൾ പഴയ തലമുറ നൈതികതയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. നിയമപരമായിട്ട് നോക്കുവാണെങ്കിൽ ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിക്കുന്നത് ഒരു കുറ്റമല്ല. പക്ഷെ നൈതികമായിട്ട് വിവാഹിതർ, പൊതുജന ശ്രദ്ധയിലുള്ളവർ ഇവർക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാകണം. ഇവിടെ ഡേറ്റിംഗ് ആപ്പുകൾ നല്ലതോ മോശമോ എന്നല്ല ചോദ്യം, അത് ഉപയോഗിക്കുന്നവർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ്. ഒരു ആപ്പ് ബന്ധം നൽകാം, അതുപോലെ തന്നെ പ്രശ്നങ്ങളും സൃഷ്ടിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഡേറ്റിംഗ് ആപ്പുകൾ സമൂഹത്തിന് ആവശ്യമാണോ അതോ അപകടമാണോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇപ്പോൾ ഈ ഒരു ഡേറ്റിംഗ് ആപ്പിനെ കുറിച്ച് ഇത്രയും സംഭവമായിട്ട് നമ്മൾ സംസാരിക്കേണ്ടി വന്നത് അക്ബർ ഖാന്റെ വിഷയമായതുകൊണ്ട് തന്നെ. ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ല കേട്ടോ. ഇന്ത്യയിലും കേരളത്തിലും സെലിബ്രിറ്റികളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ പലതവണ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ അവരുടെ പേരുകൾ തന്നെ പറയാതെ, അതായത് വിവാഹിതനായിട്ടുള്ള ഒരു സിനിമാ താരം ഇൻസ്റ്റാഗ്രാമിൽ DM വിവാദമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റിയാലിറ്റി ഷോയിൽ നിന്നുള്ള ഒരു താരം ഡേറ്റിംഗ് ആപ്പിലൂടെയുള്ള ബന്ധം, പിന്നെ ഇൻഫ്ലുവൻസർമാരുടെ സ്വകാര്യ ചാറ്റുകളും സ്ക്രീൻഷോട്ടുകളിലൂടെ അതൊക്കെ വൈറലായിട്ടുള്ള സംഭവങ്ങളാണ്. എല്ലാ സംഭവങ്ങളിലും ആദ്യം വലിയ പ്രതിഷേധമായിരിക്കും, പിന്നെ മറുവശം അവസാനം ഒരു നിശബ്ദത. ഇതാണ് സാധാരണയായിട്ട് നടക്കുന്ന ട്രെൻഡിങ് എന്ന് പറയുന്നത്. ഇനി ഒരു സാധാരണ വ്യക്തി ഇതേ കാര്യം ചെയ്താലോ അല്ലെങ്കിൽ സെലിബ്രിറ്റി ഇതേ കാര്യം ചെയ്താലോ, പുരുഷന്മാരോടാണെങ്കിൽ അത് നോർമൽ അല്ലേ, ചാറ്റ് അല്ലേ, എന്താ പ്രശ്നം എന്ന് പറയും. സ്ത്രീകളോടാണെങ്കിൽ മോറൽസ് ഇല്ല, അറ്റൻഷൻ സീക്കിംഗ്, ഇതൊക്കെയാണ് അവരുടെ പ്രതികരണങ്ങൾ. ശരിക്കും ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെലിബ്രിറ്റികളെ ദൈവങ്ങളെ പോലെ കാണുകയും പിശക് വന്നാൽ വില്ലന്മാരാക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്തായാലും ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിക്കുന്നത് കുറ്റമല്ല, സംസാരിച്ചതിന് കേസുമില്ല. പക്ഷെ നൈതികമായിട്ട് വിവാഹം എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്. അതും പൊതുജന ശ്രദ്ധയിലുള്ളവരാണെങ്കിൽ അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത്. ഇവിടെ നിയമവും നൈതികതയും തമ്മിൽ വലിയൊരു വ്യത്യാസം തന്നെയാണുള്ളത്. എന്തായാലും ഇവിടെ അക്ബർ ഖാൻ കുറ്റക്കാരനാണോ അല്ലെങ്കിൽ ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണോ? അതിന് ഉത്തരം പറയേണ്ടത് അന്വേഷണങ്ങളാണ്, തെളിവുകളാണ്, വ്യക്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കോടതിയല്ല. ആരോപണവും വിധിയും ഒരുപോലെ കാണരുത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത്, ഇതൊരു നൈതിക പ്രശ്നമാണോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണോ? തീർച്ചയായിട്ടും കമന്റ് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.